രേണുവിൻ്റെ ലൈഫിൽ എങ്ങനെയാണ് രേണു ഇങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്തത്? കാരണം ഒരു സാധാരണ ഒരു കുടുംബത്തിൽ അച്ഛൻ മരിച്ചുപോയി, അമ്മുമ്മയാണ് വളർത്തിയത്. ഒത്തിരി ബുദ്ധിമുട്ടുകൾ രേണു കണ്ടിട്ടുണ്ട്. ഒരു ഏതെങ്കിലും ഓർമ്മയിൽ നിന്ന് ഏതെങ്കിലും ഒരു അനുഭവം പങ്കിടുമോ? വെർ യു ഫെൽറ്റ് ഞാൻ എങ്ങനെ ഇത് മറികടക്കും എന്ന് വിചാരിച്ച ഏതെങ്കിലും നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ഷെയർ ചെയ്യുമോ? കാരണം തുടക്കം അവിടെ നിന്നാണ് രേണുവിൻ്റെ. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു നോ. ഇന്ന് ഇവിടെ നിൽക്കുന്നത് അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ്. യു ആർ എൻ ഇൻസ്പിറേഷൻ ഫോർ എ ഹോൾ ജനറേഷൻ ഓഫ് വിമൻ. ടെൽ മീ. ആക്ച്വലി അത് ശരിക്കും എന്നെ ഒത്തിരി കളിയാക്കലുകളിൽ നിന്നാണ് എന്ന് എനിക്ക് എക്സാക്ട്ലി പറയാൻ പറ്റും. ബിക്കോസ് ഒത്തിരി ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. കളിയാക്കുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിന് ഒത്തിരി വിഷമം ഉണ്ടാക്കുന്ന വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. മെൻ്റൽ ട്രോമ. സോ അവിടെയാണ് ഞാൻ ഡിസൈഡ് ചെയ്തത്, ഇവരുടെ മുന്നിൽ എന്തെങ്കിലും ഒന്നാകും. കളിയാക്കിയവർ അത് മാറ്റി പറയുമല്ലോ. അപ്പോൾ അതെൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിച്ച ഒത്തിരി ടോക്സ് എനിക്കത് ശരിക്കും പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടി, ഒരു 13 വയസ്സ് അല്ലെ 10 വയസ്സുള്ള ഒരു കുട്ടിയോട് ഒരാൾ മുന്നിൽ നിന്ന് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ എപ്പോഴും ആ കുട്ടി അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അതായിരിക്കാം ഇവിടെ എത്തിയതും. പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് എനിക്ക് ഭയങ്കര ട്രോമയായിരുന്നു ആ സമയത്ത്. പക്ഷെ അതാണ് പിന്നീട് ഞാൻ ചിന്തിച്ചു, നോ, എന്തായാലും ഡ്രീം ഉണ്ടാവണം. സോ എവറി നൈറ്റ് ഞാൻ ഡ്രീം ക്രിയേറ്റ് ചെയ്യുമായിരുന്നു കിടക്കുന്നതിന് മുന്നേ. അതെൻ്റെ ഗ്രാൻഡ് മദർ എന്നെ പഠിപ്പിച്ചു തന്നതാണ്. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുന്നേ ഡ്രീം ക്രിയേറ്റ് ചെയ്യണം. ലാസ്റ്റ് ഇൻ ദ നൈറ്റ് ആൻഡ് ഫസ്റ്റ് ഇൻ ദ മോർണിംഗ് ആ ഡ്രീം നടന്നതായിട്ട് ചിന്തിക്കണം. അപ്പോൾ ഞാൻ അമ്മൂമ്മ പറഞ്ഞു തന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇത്. അപ്പം ഞാനും എൻ്റെ ഗ്രാൻഡ് ഞങ്ങളൊരു ഭയങ്കര ഡിസിപ്ലിൻ ലൈഫായിരുന്നു. ഒരു 3:30 മോർണിംഗ് 3:30 എഴുന്നേക്കും. 4 o'clock ആകുമ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകും. എല്ലാ ദിവസവും ഞങ്ങൾ നിർമ്മാല്യ ദർശനമൊക്കെ തൊഴും. അപ്പോൾ ഈ 3:30 ഒക്കെ ആകുമ്പം എൻ്റെ രണ്ടമ്മ എന്നാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ പറയും, ഡ്രീം, ഇന്നലത്തെ ഡ്രീം എഗെയിൻ കാണും, ഇന്നത് നടന്നതായിട്ട് ചിന്തിക്കാൻ പറയും. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് വലിയ കാറിൽ വന്നിറങ്ങുന്നു, അപ്പോൾ വലിയ വീട്ടിൽ താമസിക്കുന്നു, അല്ലെ വലിയ പൊസിഷനിലിരിക്കുന്നു. അപ്പോൾ ഞാൻ നടന്നു വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഡ്രീംസ്. അതുപോലെ എൻ്റെ ഗ്രാൻഡ് മദർ പറയായിരുന്നു, എപ്പോഴും ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡു വൺ തിങ്. ആ വേദനിപ്പിച്ച അതേ സിറ്റുവേഷനിൽ എന്നെ വീട്ടിൽ ജയ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ജയക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ജയയോട് നല്ലത് പറയുന്നതായിട്ട് ചിന്തിക്കാൻ. സോ അപ്പോൾ ക്ലാപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട നായകനെയൊക്കെ വെച്ചിട്ട് അവരെന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ ഡ്രീം ചെയ്യുമായിരുന്നു. ദാറ്റ് ഈസ് സംതിങ് ആ ഒരു ചെറിയ ഏജിൽ തന്നെ ഞാൻ ചെയ്യുമായിരുന്നു, ഒരു ഡ്രീമിങ്. അപ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം എന്നെ ഒത്തിരി ഇങ്ങനെ, ഞാൻ ആക്ച്വലി ഒരു +2 കഴിഞ്ഞിരുന്നപ്പോൾ ഞാൻ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ എൻ്റെ വളരെ നിയർ ആയിട്ടുള്ള എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞു, +2 കഴിഞ്ഞില്ലേ, ഇനി അച്ഛനില്ലാത്തവർ വല്ല STD ബൂത്തിലും പോയിരിക്കട്ടെ, അല്ലാണ്ട് ഇനി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇത്രയും എൻ്റെ ഓർഗനൈസേഷനിൽ വിമൻ എംപ്ലോയീസിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഭിലായിൽ പോയി പഠിച്ചു, പിന്നെ റായ്പൂരിൽ പഠിച്ചു, ബാംഗ്ലൂരിൽ ജോലി ചെയ്തു, കുറേ ജീവിതം കണ്ടു ഒരു ചെറിയ പ്രായത്തിൽ തന്നെ. ഇപ്പം അമ്മൂമ്മയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ എന്ത് കാര്യമാണ് ഇപ്പോൾ രേണു സ്വയമേ കാണാറുള്ളത്? എന്ത് ട്രേറ്റാണ് ഇപ്പോഴും കയ്യിൽ വെച്ചിരിക്കുന്നത് അമ്മൂമ്മയുടെ? ഷീസ് സ്ട്രോങ്. എന്ത് സംഭവിച്ചാലും ആൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ആൾക്കൊന്നിനെ പേടിയില്ല. നൈറ്റ് 12 o'clock പുറത്തിറങ്ങാൻ പറഞ്ഞാലും, നടന്ന് റോട്ടിൽ കൂടി പോകാൻ പറഞ്ഞാലും, എവിടെ പോകാൻ പറഞ്ഞാലും, എത്ര ദൂരം തനിയെ സഞ്ചരിക്കാൻ പറഞ്ഞാലും ആൾക്ക് ഒരു പേടിയും ഒന്നിനെയും ഇല്ല. ഒപ്പം ആൾ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ആൾ വീഴില്ല. അത്ര സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ അല്ലേ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ മെൻ്റലി എനിക്ക് തോന്നുന്നു എനിക്ക് എന്നെ ആരും കുളിപ്പിച്ചതായിട്ട് ഓർമ്മയില്ല, കുത്തിയതായിട്ട് ഓർമ്മയില്ല, ഉടുപ്പിടിച്ചതായിട്ട് ഓർമ്മയില്ല. എല്ലാം ഞാൻ ഓർമ്മ വെച്ചപ്പോൾ തൊട്ടേ തനിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കത് ഒരു വലിയ കാര്യമായിട്ട് തോന്നിയിട്ടേ ഇല്ല. ചെറുപ്പം തൊട്ടേ അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ എൻ്റെ ഗ്രാൻഡ് മദറും ഞാനും തമ്മിലുള്ള ലൈഫിൽ മൊത്തം ഞങ്ങൾ അങ്ങനെയായിരുന്നു. അമ്മൂമ്മ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു? ഇല്ല. നിങ്ങൾ എങ്ങനെയാണ് സർവൈവ് ചെയ്തത് രേണു? ഞങ്ങൾക്ക് ചെറിയ ചെറിയ മണി ഓർഡറുകൾ കിട്ടുമായിരുന്നു. അതുകൊണ്ടൊക്കെ ഞങ്ങൾ സർവൈവ് ചെയ്തു. സമ്മതിച്ചു.